ഒരു ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ബ്രെയിൻ ഉപയോഗിച്ച് നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ അവ നേതൃത്വം നൽകുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ UDF തീർച്ചയായിട്ടും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ ആനുകൂല്യം എല്ലാം ചേർന്നൊരവസ്ഥയാണുള്ളത്. അതുണ്ടായി കഴിഞ്ഞാൽ അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് ഭരിച്ച് ഇസ്ലാമിക് രാജ്യം ഭാരതത്തിനോടാക്കണമെങ്കിൽ 10-60 വർഷം ഭരിച്ചതല്ലേ, ആ സമയം കൊണ്ട് ആക്കാമായിരുന്നുല്ലേ? അതൊന്നും ആയിട്ടില്ല സ്വാമി. വെറുതെ ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് ഈ കുത്തിത്തിരിപ്പും കുഞ്ഞാമിയും പറയാണ്ടിരുന്നൂടെ? അത്തിമുത്തിയൊക്കെ ആയില്ലേ, പോണ്ടേ? നമുക്ക് എന്താ പറയാ അതിന് പറയാ സമാധി ആവണ്ടേ? ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? സത്യം പറയാ, സ്വാമി അവർണനാണോ അതോ സവർണ സ്വാമിയാണോ? മനസ്സിലായില്ല. അതായത് സ്വാമി ബ്രാഹ്മണനാണോ ചെറുമനാണോ എന്ന് ചോദിക്കാൻ ചില കാര്യങ്ങളുണ്ട്, അതോടെ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് തുടർ ഭരണവും കോൺഗ്രസിന് പ്രതിപക്ഷവും തന്നെയാണ് താങ്കളുടെ ആഗ്രഹം? തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച്. എന്നാൽ മാത്രമേ അടുത്ത BJPക്ക് എത്താൻ കഴിയുള്ളൂ. എന്തായാലും അത് തന്നെയാണ് വിചാരം. അപ്പോൾ അടുത്ത പിണറായി വിജയൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അത് നമുക്ക് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതാണ് സ്വാമിയുടെ മനസ്സിലിരിപ്പ് അല്ലേ? 3-ാം വട്ടം കൂടെ നമ്മുടെ പിണറായി വിജയൻ ഭരിക്കണം, അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഇല്ലാണ്ടാവണം, എന്നിട്ട് BJP ഭരിച്ചിട്ട് നമുക്ക് ഇവിടെ മറ്റൊരു ഉത്തർപ്രദേശ് ആക്കിയിട്ട് സ്വാമിക്ക് ഇവിടെ കിടന്നങ്ങിട്ട് ഇതായിരിക്കും സ്വാമിയുടെ ഒരു മനസ്സിലിരിപ്പ്. ഏതാണെങ്കിലും കൊള്ളാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് യുദ്ധവും കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മുടെ സ്വാമി ചിദാനന്ദപുരി സംഘപരിവാണത്തിൻ്റെ അങ്ങനെ പറയാൻ പാടില്ല, സംഘപരിവാൺസിൻ്റെ കൂടെയുള്ള ഏറ്റവും കാണപ്പെട്ട സ്വാമിയാണ്. അപ്പം സ്വാമിക്ക് ചില കാര്യങ്ങൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയാനുണ്ട്. പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്വാമിയുടെ ചായ എങ്ങോട്ടാണെന്നല്ല. ഏതായാലും സ്വാമിയുടെ കുറച്ച് പ്രസ്താവനകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കേരളത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ, നമ്മൾ വെറുതെ ഒരു ആവേശത്തിന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ കേരളത്തെ മുന്നോട്ട് ഭരിക്കാൻ തക്ക 70-ലധികം സീറ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ BJP നേതൃത്വം നൽകുന്ന NDAക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എത്ര സീറ്റ് ലഭിക്കില്ല എന്നറിയില്ല. പക്ഷേ 71 സീറ്റ് അവർക്ക് എന്തായാലും ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അത് സ്വാമി പറഞ്ഞത് കറക്റ്റാണ് സ്വാമി. അത് ഞാൻ സ്വാമിനോട്, നീ സ്വാമി എന്ന് വിളിക്കണോ അത് ആസാമി എന്ന് വിളിക്കണോ? കാരണം ഇതിൻ്റെ ഒരു അവസാനത്തെ കിട്ടുമ്പോൾ നമുക്ക് സ്വാമി മാറ്റി ആസാമി എന്ന് വിളിക്കാൻ തോന്നിപ്പോവും. ഏതാണെങ്കിലും സ്വാമി എന്ന് തന്നെ തുടങ്ങാം നമുക്ക്. സ്വാമി ഇപ്പറഞ്ഞ കാര്യം വളരെ സത്യമാണ് സ്വാമി. ഏതാണെങ്കിലും 70 സീറ്റും പോരെ, 10 സീറ്റും 5 സീറ്റ് പോലും ഇപ്പറഞ്ഞ NDA ഗവൺമെൻറ്റിന് NDAക്ക് ഇവിടെ കിട്ടില്ല കേരളത്തിൽ എന്നുള്ളത് സത്യമാണ്. ഇനി കിട്ടണമെങ്കിൽ ഇത് UPയും അല്ലെങ്കിൽ അസാമും ബീഹാറും എന്താ പറയുക ഹരിയാനയൊന്നും അല്ല. കാരണം അവിടുത്തെ പോലത്തെ ഒട്ടുകള്ളത്തരം ഒട്ടുകള്ളന്മാർ ഇവിടെ അത്രക്ക് അങ്ങോട്ട് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് കുറച്ച് ബോധവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളത് കൊണ്ടും ആ പരിപാടി നടക്കൂല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇനി ആ വിശ്വാസത്തിന് തകർക്കുമെന്ന് അറിയില്ല. ഏതായാലും സ്വാമിനോട് അക്കാര്യത്തിൽ മാത്രം ഞാൻ യോജിക്കുന്നുണ്ട്. അടുത്തത് സ്വാമി പറഞ്ഞു കേൾക്കാം. എത്രയോ കിട്ടാതിരിക്കട്ടെ. ആ സാഹചര്യത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ബ്രെയിൻ ഉപയോഗിച്ച് നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ അവ നേതൃത്വം നൽകുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ UDF തീർച്ചയായിട്ടും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ ആനുകൂല്യം എല്ലാം ചേർന്നൊരവസ്ഥയാണുള്ളത്. അതുണ്ടായി കഴിഞ്ഞാൽ അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് സ്വാമിയുടെ കാഴ്ചപ്പാട്. അതായത് മുസ്ലിം മതരാഷ്ട്രമാക്കി മാറ്റുക നമ്മുടെ കേരളത്തിനെ അല്ലെങ്കിൽ ഇന്ത്യനെ എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗും ഇവർ രണ്ടുപേരും കൺട്രോൾ ചെയ്യുന്ന UDF ഗവൺമെൻറ്റും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഒരു മതരാജ്യമായിട്ട് മാറും എന്നാണ് നമ്മുടെ ആസാമി പറയുന്നത്. സ്വാമി എന്നുള്ളത് ഞാൻ അങ്ങ് മാറ്റി, ഇനിയിപ്പോൾ ആസാമി നാം കുറച്ചുകൂടെ ചേരുക. ഏതായാലും ആസാമിയുടെ ആ ഒരു തോന്നൽ വല്ലാത്തൊരു തോന്നലാണ്. കഴിഞ്ഞ 60 വർഷത്തോളം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് നമ്മുടെ കേരള എന്താ പറയുക കോൺഗ്രസ് സർക്കാർ. അന്നൊന്നും ഈ പറഞ്ഞ ഒരു രീതിയിലുള്ള മാറ്റങ്ങളും ഇവിടെ വന്നിട്ടില്ല. ഒരു രീതിയിലുള്ള മതരാജ്യവും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പോരാത്തതിന് നിങ്ങളുടെ അല്ലെങ്കിൽ ആസാമിയുടെ സംഘപരിവാണങ്ങളെല്ലാം കൂടെ ഇവിടെ പള്ളി പൊളിച്ച ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ അമ്പലം പൊളിച്ചു എന്നുള്ളൊരു പാക്കും പറഞ്ഞിട്ട് ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വരെ ഇവിടെ ഇത്തരത്തിലുള്ള പള്ളികൾ പൊളിച്ച് അവിടെ അമ്പലം വെച്ചിട്ട ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവിടെ മതരാജ്യം ഉണ്ടാക്കുന്നത് ആരാണ്, ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാന്നൊക്കെ നമുക്ക് ഈ പച്ചച്ചോറ് തിന്നണ മനുഷ്യന് മനസ്സിലാവും. പക്ഷേ സംഘവാണങ്ങൾക്ക് അത് മനസ്സിലാവാനുള്ള ചാൻസ് ഇല്ല. അവരുടെ കൂലം കുത്തിയ നേതാക്കൾക്കും അത് മനസ്സിലാവാനുള്ള ചാൻസ് ഇല്ല. അപ്പം അത്തോതിൽ ഇവിടെ ഒരു ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ ഒരു മറ്റ് പാർട്ടികളും ഇവിടെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്തിനെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റാനൊന്നും പറ്റില്ലെന്ന്. ആകെ ഈ ഇന്ത്യയിൽ ഇത്രയും കാലം കൊണ്ട് 10, 13, 14% മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. ഇപ്പം അതിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.000
മാത്രം വരുന്ന ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തിന്, ഈ ഒരു കേരളത്തിനെ അല്ലെങ്കിൽ ഇന്ത്യനെയൊന്നും മുസ്ലിം മതരാജ്യമാക്കി മാറ്റാൻ പോകുന്നില്ല എന്ന് പച്ചവെള്ളം കുടിക്കുന്ന എല്ലാവർക്കും അറിയാം സ്വാമി. പിന്നെ മുസ്ലിം ലീഗ് ഇവിടെ ഭരിച്ചിട്ട്, കേരളത്തിൽ മുസ്ലിം ലീഗ് പലവട്ടം വന്നിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, ഭരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഭരണ കക്ഷിയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മുസ്ലിമിന് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും, അല്ലെങ്കിൽ മുസ്ലിം മതി ഇവിടെ, അല്ലെങ്കിൽ മുസ്ലിം നിയമങ്ങൾ മതി ഇവിടെ ഹിന്ദുക്കൾ വേണ്ട, ക്രിസ്ത്യാനികൾ വേണ്ട, ഹിന്ദു നിയമം വേണ്ട, മതേതരത്വം വേണ്ട എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അതിനിപ്പോൾ മലപ്പുറത്ത് നിന്നാലും കണക്കാണ്. മലപ്പുറത്തിൻ്റെ പുറത്ത് എവിടെയൊക്കെ ഉണ്ട് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്താ പറയുക സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടുള്ള സ്ഥലങ്ങളിലും നമുക്ക് കണ്ണ് തുറന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വർഗീയത പറയുന്നതും, അതല്ലെങ്കിൽ കഴിഞ്ഞ 6 വട്ടം ഇവിടെ ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്ന് വലിയ വലിയ ബോർഡ് വെച്ച ഒട്ടകങ്ങൾ വരെ സ്വാമിയുടെ അല്ലെങ്കിൽ ആസാമിയുടെ ആസനത്തിൽ തൂങ്ങി കിടക്കുന്ന ചില ജീവികളാണെന്നുള്ളത് നമ്മൾ ഇപ്രാവശ്യവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മതേതരത്തിനൊന്നും മുസ്ലിം ലീഗ് ഒരു പ്രശ്നം ഇക്കാലം വരെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഉണ്ടാക്കി എന്ന് പറയുന്ന PC തോമസിനെ പോലത്തെ ചില പബ്ലിക് എന്താ പറയുക കക്കൂസുകളും, ഇനി അതല്ലാണ്ട് അത്തിമുത്തി നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലത്തെ ചില ചെന്നിമൂത്ത കിളവന്മാരും മാത്രമേ ഇവിടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കുറെ സംഘ പറയുവാണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വേണമെങ്കിൽ ആസാമിനെ നമുക്ക് പെടുത്തിയിട്ടുണ്ട്. ആസാമി പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ സമ്മതിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ UDF വന്നിട്ട് ഇവിടെ അങ്ങോട്ട് മുസ്ലിം രാജ്യമാക്കി മാറ്റും എന്ന് ആസാമി വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരം അത് ആസാമിയുടെ ആസനത്തിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെറുതെ ഈ ആൾക്കാരുടെ ഇടയിലോട്ട് വലിച്ചഴിക്കാണ്ടിരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഏതായാലും ആസാമി പറഞ്ഞതിന് കൈയടിക്കാൻ നമ്മുടെ നാട്ടിലെ സംഘപരിവാണങ്ങൾ ഉണ്ടാവും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പും കുന്നായ്മയും വെച്ചിട്ട് സ്വാമി എന്ന് പേരിട്ട് വിളിച്ച് നടക്കാൻ നാണമില്ലേ ആസാമി നിങ്ങൾക്ക്? നാണമില്ലേ? ഇതൊക്കെ പോട്ടെ, ഇതൊരു ഹിന്ദു രാജ്യമാക്കി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്. ഈ നമ്മുടെ ആസാമി ഏത് കൂട്ടത്തിൽപ്പെടും? സവർണസ്വാമിയാണോ അതോ അവർണസ്വാമിയാണോ? മനസ്സിലായിട്ടില്ലേ? അതായത് ബ്രാഹ്മണസ്വാമിയാണോ അതോ ചെറുമസ്വാമിയാണോ ഉദ്ദേശിച്ചത്? ആരും ജാതി പറഞ്ഞതല്ല കേട്ടോ. കാരണം ഇവിടെ ഈ പറഞ്ഞ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു നേതാക്കൾ അല്ലെങ്കിൽ ഹിന്ദു ഭരണാധികാരികൾ, ഹിന്ദു രാജാക്കന്മാർ ഭരിച്ച കാലത്ത് നമുക്കറിയാം അവർണനും സവർണനും രണ്ട് തട്ടിലാണെന്നുള്ളതും, സവർണന് പോവാൻ അവർണൻ 12 അടി 24 അടി മാറി നിൽക്കണം എന്നുള്ളതും, പാണൻ അന്നും കഞ്ഞി കുമ്പിളിൽ കുടിച്ച് കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കേണ്ടി വന്ന അവസ്ഥ, അതിനിപ്പോൾ നായർ കുടുംബത്തിലാണെങ്കിൽ വേണ്ടില്ല, ഏത് പാണന്റെ കുടുംബത്തിലാണെങ്കിലും വേണ്ടില്ല, രാത്രി ചൂട്ടും കത്തിച്ച് വരുന്ന ഏത് സവർണനും സ്വന്തം പെണ്ണിനെയും പെങ്ങളെയും അമ്മനെയും വരെ കൂട്ടിക്കൊടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയത് ഇപ്പം അടുത്തേ ഉള്ളൂ. അത് സ്വാമിക്ക് അറിയാത്തത് കൊണ്ടല്ല, ഇതിൽ ആസാമിത്തരം ഉള്ളത് കൊണ്ടാണ് ഇത് പറയാത്തതെന്ന് അറിയാം. അപ്പം ഇവിടെ ഒരു ഹിന്ദുരാജ്യം കൊണ്ടുവരുന്നതോടുകൂടി സ്വാമി ഒരു സവർണനാണ്, പല ഒന്നും പേടിക്കേണ്ട, സ്വാമിക്ക് പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്ത് നമുക്കവിടെ മുമ്പോട്ട് പോകാം. ഇനി അതിന് പകരം സ്വാമി ഒരു അവർണനാണെങ്കിലേ, ചെറുമനാണെങ്കിലേ സ്വാമി മാറി നിൽക്കേണ്ടി വരും. ഈ പറഞ്ഞ ആസാമിമാർ, സവർണ ആസാമിമാർ വരുമ്പം അത് 12 അടി മാറി എന്നോളം പറയും. അതല്ലെങ്കിൽ ചാണകം കുമ്പിളിലിട്ട് തന്നെ തിന്നണ്ടി വരും സ്വാമി. അതുകൊണ്ട് സ്വാമി ഇവിടെ ഹിന്ദുരാജ്യം കൊണ്ടുവന്ന് രാജ്യത്തിന് പുരോഗതിയിൽ എത്തിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു വ്യാമോഹമായിട്ട് മാത്രം സ്വാമിയുടെ മനസ്സിൽ വെച്ചാൽ മതി. ഇവിടെ ഈ പറഞ്ഞ ജനാധിപത്യ രാജ്യം, മതേതരത്വ രാജ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ആർക്കും ഇല്ലാത്ത നിയമങ്ങളാണ് ഈ രാജ്യത്തെങ്കിൽ നമ്മൾ സുഖിച്ചും സമാധാനത്തോടൊക്കെ ജീവിച്ചു പോകും. അതല്ല സ്വാമിയുടെ മനസ്സിലുള്ള പോലെ ഇത്തരത്തിലുള്ള കുന്നായ്മയും ചിന്താഗതിയാണെങ്കിൽ ഈ രാജ്യം വീണ്ടും അങ്ങോട്ട് പോകും മേലോട്ട്. പണ്ടത്തെ കാലഘട്ടത്തിലോട്ട്, അയിത്തവും തൊട്ടുതുണ്ടായ്മയും തൊട്ടുകൂടായ്മയും, പെണ്ണിനെ കണ്ടാൽ കൂട്ടിക്കൊടുക്കുക എന്നുള്ളൊരു അവസ്ഥയും, അല്ലെങ്കിൽ വാണൻ കിണറ്റിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ കിണർ മൂടി വരുന്ന അവസ്ഥയും, അല്ലെങ്കിൽ മുല കണ്ടേ നമ്മുടെ സവർണ സ്വാമിമാർക്ക് നടക്കാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയിൽ എങ്ങാനും ഒരു ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ മുല ചെത്തിക്കളയുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ പോകും. അതിനധികം വിദൂരമൊന്നുമല്ല സ്വാമിയുടെ ചിന്തയിൽ ആണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നതെങ്കിൽ. ഏതായാലും സ്വാമിയുടെ കുറച്ച് പ്രസ്ഥാനങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിൽ നിന്ന് ഭിന്നമായി രാഷ്ട്രത്തിന്റെ സ്വത്വത്തെ ഒട്ടും തന്നെ ആദരിക്കാതെയും രാഷ്ട്രത്തിന്റെ ഉയർച്ചയ്ക്ക് വിരുദ്ധമായ തരം വാക്കുകളെ പറയുകയും കേവലം രാഷ്ട്രീയ പാർട്ടി എന്നുള്ള സംഗീതത്തിലേക്ക് അമരുകയും അധികാരത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാന്നുള്ള അവസ്ഥ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ ഇന്ന് കൂടുതൽ അഭികാമ്യം ഇടതുപക്ഷമാണ്. പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള വ്യവസ്ഥയാണ് എന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, സ്പഷ്ടമായി പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തന്നെ ഒരു വട്ടം കൂടെ ഭരിക്കണം എന്ന് സ്വാമി ചിന്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അതായത് സ്വാമി പറയുന്നത് ഈ ഇടതുപക്ഷം കൂടുതൽ ഭരിക്കുമ്പോൾ, ഇപ്പോൾ ബംഗാളും ത്രിപുരയൊക്കെ സ്ഥലം പോലെ കൂടുതൽ കാലം അവർ ഭരിക്കുമ്പോൾ അവർ ക്ഷയിച്ചങ്ങോട്ട് തീരും. ഈ സമയം കൊണ്ട് അധികാരം കിട്ടാണ്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ശിഥിലമായി പോകും, പല ഭാഗങ്ങളോട് തിരിച്ചു പോകും. അങ്ങനെ ഒരു 5 കൊല്ലം കൂടെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഭരണം അല്ലെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ ആകുമ്പോഴേക്കും നമുക്ക് BJP അങ്ങോട്ട് കയറ്റാം, പിന്നെ നമുക്ക് ഇവിടെ ഹിന്ദു രാജ്യം ഉണ്ടാക്കാം എന്നാണ് സ്വാമി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കും പിണറായി വിജയനോട് അങ്ങോട്ട് സ്നേഹം മൂത്ത് സ്വാമി പറഞ്ഞതാണെന്നില്ല, അതല്ല, കേട്ടിട്ട് വാ. ബംഗാളിലൊക്കെ തുടർഭരണം ഒരു വലിയ വീഴ്ചയിലേക്കാണ് ഇടതുപക്ഷം അയച്ചത്. ഇപ്പോൾ ത്രിപുരയിൽ പോകുന്നു, ഈ തുടർച്ചയായി ഭരിക്കുന്നത് ഇപ്പോൾ 3-ാം വട്ടമാണ് ഭരിക്കാൻ പോകുന്നത്. അത് കാലക്രമേണ ഇടതുപക്ഷത്തെ ദുർബലമാക്കുകയും തുടർച്ചയായ പ്രതിപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസിനെയും ദുർബലമാക്കും എന്നൊരു ചിന്ത പലവരും പങ്കുവെക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെയും ചിന്താഗതി അത് തന്നെയാണ്. കാരണം
മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അത് വികസിച്ച് വന്നിട്ടുള്ളത് സമരങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്, പ്രക്ഷോഭങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്. നമുക്ക് ആ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. കമ്മ്യൂണിസം, പ്രത്യേകിച്ച് മാർക്സിസം, മാർക്സിസ്റ്റ് ചിന്താധാരകൾ ഒത്തൊരുമിച്ച് വന്നിട്ടുള്ള ആ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ശക്തി പ്രാപിച്ചിട്ടുള്ളതൊക്കെയും സംഘർഷങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയാണ്. അപ്പം ഭരണത്തിരിക്കുമ്പോൾ അവയ്ക്ക് സാധ്യതയില്ല. ഭരണത്തിനെതിരായി പ്രക്ഷോഭം ചെയ്യാൻ അസാധ്യമാണ്. അപ്പോൾ പ്രക്ഷോഭങ്ങളില്ലെങ്കിൽ അവർ തളരും. അപ്പോൾ എവിടെ CPM ഭരിക്കുന്നുണ്ടോ തുടർച്ചയായിട്ട് അവിടെ അവർ ദുർബലരാകും. എപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നുണ്ടോ അപ്പോൾ സുശക്തരാകും. കാരണം അവിടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല. ഇവർ ചെയ്തു വെച്ചതിന് തുടർച്ച അവർ കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവർ സമരം ചെയ്യും. അത് തുടങ്ങി വെച്ച് ഞങ്ങളാന്നപ്പോൾ ആലോചിക്കില്ല. അതാണ് അതിൻ്റെ രീതി. തിരിച്ച് പൊതുവെ കോൺഗ്രസിൻ്റെ ഒരു രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികാരമുള്ളപ്പോഴാണ് അത് ശക്തരായിട്ടുള്ളത്, പ്രബലരായിട്ടുള്ളത്. അവരെപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ദുർബലരാകുന്നതാണ് കാണുന്നത്. നമ്മുടെ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാവും, തെറ്റായിരിക്കാം. പക്ഷെ ഓരോരുത്തർക്കും നിരീക്ഷണത്തിലുള്ള അധികാരമുണ്ട്. ഇതൊന്നും നമ്മൾ പൊതുവേദി പ്രസംഗിക്കുന്നില്ല. ചോദിച്ചാൽ പറയും. അങ്ങ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയും. അല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് തുടർഭരണവും കോൺഗ്രസിന് പ്രതിപക്ഷവും തന്നെയാണ് താങ്കളുടെ ആഗ്രഹം? തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച്. എന്നാൽ മാത്രമേ അടുത്ത BJPക്ക് എത്താൻ കഴിയുള്ളൂ. എന്തായാലും അത് തന്നെയാണ് വിചാരം. അപ്പോൾ അടുത്ത പിണറായി വിജയൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അത് നമുക്ക് ആഗ്രഹിക്കുന്നു. കേട്ടല്ലോ നിങ്ങൾ. അപ്പം അങ്ങനെ പിണറായി ഒരു വട്ടം കൂടെ ഭരിച്ച് കോൺഗ്രസ് ഇല്ലാണ്ടായി, മാർക്സിസം അതോടുകൂടിയിട്ട് ഈ രാജ്യത്ത് നിന്ന് തന്നെ അങ്ങോട്ട് പിഴുതെറിഞ്ഞ് പിന്നെ അങ്ങോട്ട് നമുക്ക് ഹിന്ദു രാജ്യമാക്കാൻ BJPയുടെ കയ്യിലോട്ട് കേരളത്തിന് കൊടുക്കണം എന്നാണ് സ്വാമിയുടെ ചിന്ത. ഏതാണെങ്കിലും ഇതുപോലെ ഭരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ഇതുപോലെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുടെ ശോചനീയാവസ്ഥ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഒന്നും വേണ്ട UP-യിൽ. കാരണം അപ്പം ഇതിനേക്കാൾ വലിയൊരു സ്വാമിയാണ് നമ്മുടെ സ്വാമി അഭിമുക്തേശ്വരാനന്ദ. പുള്ളി 1-2 വട്ടം ഒന്ന് അറിയാണ്ട് മോദിനെ ഒന്ന് കുറ്റം പറഞ്ഞു. അതോടുകൂടി അതോ ഗതിയാണ്. അപ്പം മോദിനെ സുഖിപ്പിച്ച് ജീവിക്കുന്ന സവർണ സ്വാമിമാർക്ക് മാത്രമേ ഇന്ത്യയിൽ അവസ്ഥ ഉള്ളൂ. കാരണം ഈ സ്വാമി അഭിമുക്തേശ്വരാനന്ദ പറഞ്ഞത് ഒരു കാര്യമായിരുന്നു. ആദ്യം പുള്ളി ഒരു പ്രസ്താവന പറഞ്ഞു. എന്താണ്? രാഹുൽ ഗാന്ധിയുടെ ചില കാര്യങ്ങളല്ലേ, ജനാധിപത്യപരമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ചിന്തകളാണ് കറക്റ്റ് എന്ന് പറഞ്ഞ അന്ന് മുതൽ നോട്ടപ്പുള്ളി ആയിട്ടുള്ളതാണ് ആര്? നമ്മുടെ സ്വാമി അഭിമുക്തേശ്വരാനന്ദ. പുള്ളി അതിനുശേഷം പുള്ളിക്ക് എവിടൊക്കെ പണി കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ പണി കൊടുക്കുകയും അതുപോലെ തന്നെ പുള്ളിനെ ഈ രാമക്ഷേത്രത്തിൽ പോലും, അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുന്നത് പ്രതിഷ്ഠാ ചടങ്ങല്ല അവിടെ നടന്നത്. അവിടെ കാണിച്ച ഉദ്ഘാടന ചടങ്ങിലോട്ട് വിളിക്കാതിരിക്കുകയും അതിനെ അവിടെ കാണിച്ചിട്ടുള്ള ഈ അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ട് കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സ്വാമി അഭിമുക്തേശ്വരാനന്ദ. അന്ന് മുതൽ പുള്ളി നോട്ടപ്പുള്ളിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളി അടുത്ത ഒരു പ്രസ്താവനയും കൂടെ അങ്ങോട്ട് പറഞ്ഞിട്ട്, നമ്മളെ ഈ മണികർണിക ഘാട്ട് ഉണ്ട്, അതായത് സ്നാന കേന്ദ്രമാണ് നമ്മുടെ വാരാണസിയിലെ അതിപ്രമുഖമായിട്ടുള്ള ഒരു സ്നാന കേന്ദ്രമാണ് ഈ മണികർണിക ഘാട്ട് എന്ന് പറഞ്ഞാൽ. അവിടെ അത് രൂപീകരിച്ചത് അഹല്യാബായി തമ്പുരാട്ടി, അല്ലെങ്കിൽ അഹല്യാബായി പഴയ 1700-കളിലെ മഹാരാഷ്ട്രീയൻ ഒരു എന്താ പറയുക ഒരു രാജ്ഞിയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെയും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനെയൊക്കെ മരിച്ച ശേഷം അവിടുത്തെ നിയമം അല്ലെങ്കിൽ അവിടുത്തെ ഭരണം ഏറ്റെടുത്ത് കുറേ പൊളിഞ്ഞു പോയിട്ടുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ആ കൂട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അവിടുത്തെ പുള്ളിയുടെ, അതായത് ഈ പറഞ്ഞ അഹല്യാബായി തമ്പുര അല്ലെങ്കിൽ അഹല്യാബായി രാജ്ഞിയുടെ ഒരു പ്രതിഷ്ഠ വരെ അവിടെ പ്രതിഷ്ഠിച്ച് അതിനെ പൂജിച്ചുകൊണ്ടിരുന്ന സ്ഥലം കഴിഞ്ഞ ദിവസം നമ്മുടെ UP ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ് അവിടെ ഒരു കോറിഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു വലിയ കോറിഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് വലിയ ഹോട്ടലുകൾക്ക് അവിടെ വരണം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള 2-3 ഗഡ് ഇതേപോലെ പൊളിച്ച് അവിടെ താജും അതുപോലെ തന്നെ മറ്റ് ITC ചോള പോലത്തെ വലിയ വലിയ ഹോട്ടലുകൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും കൂടെ അങ്ങോട്ട് പൊളിച്ച് അവിടെ ഹോട്ടൽ ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ BJP കണ്ണും പൊട്ടി പൊളിക്കും. അവിടെ വലിയ അമ്പലങ്ങളോ അവിടെ വലിയ വലിയ പ്രതിഷ്ഠകളോ ഒന്നും BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കാര്യത്തിൽ പ്രശ്നമല്ല. അവർക്ക് അവിടെ ഹോട്ടലുകൾ കൊണ്ടുവരണം, കാശ്, ഈ പൈസ, ഈ പണം, തുട്ട്, മണി എന്നൊക്കെ പറഞ്ഞ പോലെ പരിപാടി കിട്ടാൻ വേണ്ടി അവന്മാരെന്തും ചെയ്യും. അപ്പം അതിനെതിരെ ഒന്ന് പ്രതികരിച്ചു പോയി നമ്മുടെ സ്വാമി അഭിമുക്തേശ്വരാനന്ദ. അതിനുശേഷം പുള്ളി ഒരു ദിവസം സ്നാനം ചെയ്യാനേ മറ്റേ പ്രയാഗ്രാജിലോട്ടൊന്ന് സ്നാനം ചെയ്യാൻ വന്നപ്പോഴേ അവിടുന്ന് പുള്ളിനെയും പുള്ളിയുടെ കൂട്ടത്തിനെയും അടിച്ചോടിച്ച വീഡിയോസും നമ്മൾ കണ്ടു അല്ലേ? നമ്മുടെ UP-യിലെ യോഗി ഗവൺമെൻറ്റാണ് ആ പരിപാടി കാണിച്ചത്. അതിനെതിരെ വലിയ രീതിയിലുള്ള BJP അല്ലെങ്കിൽ സംഘപരിവാർ ഗവൺമെൻറ്റിനെതിരെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഈ പറഞ്ഞ ഉത്തർപ്രദേശിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ സ്വാമി, നമ്മുടെ ആസാമി ഇപ്പോൾ കൂട്ടത്തിൽപ്പെട്ട് മോദിനെ താങ്ങി നടക്കുന്ന, ആസനം താങ്ങി നടക്കുന്ന സവർണ സ്വാമിയാണെങ്കിൽ രക്ഷപ്പെട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ സ്വാമി കണ്ടല്ലോ ഇതേ സ്വാമിമാരുടെ അവസ്ഥ വരും, അടിച്ചോടിച്ച് എന്ന് വരും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വാമിമാർ വന്ന് എന്ത് കുത്തിത്തിരിപ്പും കുന്നാമിയും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കുക. ഇവനൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ അപകടാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പും ഉള്ളിലിരിപ്പും ഇതാണ്. ഒന്നും കണ്ടിട്ടല്ല. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു തേങ്ങാങ്കട്ടിയില്ല, മണ്ണാങ്കട്ടിയില്ല. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ആളുകൾ ജോലിയില്ല, കൂലിയില്ല. ഈ കേരളത്തിൽ വന്നിട്ട്, ഈ കർണാടകയിൽ വന്നിട്ട്, ഈ തമിഴ്നാട്ടിൽ വന്നിട്ട്, ഈ ആന്ധ്രയിൽ വന്നിട്ടാണ് ജോലി ചെയ്ത് ജീവിക്കുന്നത്, കുടുംബം പോറ്റുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ അവർണർ കേട്ടോ, സവർണർ കാര്യമല്ല ഞാൻ പറഞ്ഞു.
ഇപ്പോൾ പാവപ്പെട്ട ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള അവർണർ, അതായത് ജാതി മാത്രമല്ല പണം കൊണ്ടും താഴ്ന്നുള്ള ആൾക്കാർ അവിടെ കഷ്ടപ്പാട് കൊണ്ട് ഇവിടെ വന്ന് ജോലി ചെയ്ത് സുഖമായിട്ട് കുടുംബത്തിനെ പോറ്റുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ എല്ലാ സ്ഥലത്തെ അവസ്ഥ എത്രത്തോളം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. കേന്ദ്രം എന്തൊക്കെ അങ്ങോട്ട് തള്ളി കൊടുത്തിട്ട് ഇവിടെ മെച്ചം വരുന്നില്ല. കാരണം ഉള്ളിൽ മൊത്തം ഈ പറഞ്ഞ കൂടം ക്രമശമായിട്ടുള്ള വിഷം കയറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ പോലത്തെ വർഗീയതയും മാതിരി തമ്മിത്തല്ലും മാത്രമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടങ്ങൾ ഈ രാജ്യത്ത് ഈ കേരളത്തിലും കൂടെ വരണമെന്ന് ഇച്ഛിക്കുന്ന സ്വാമിയുടെ ഉള്ളിലെ അവസ്ഥ ഇതാണ്. അപ്പം സ്വാമി ഞാൻ പറഞ്ഞ പോലെ ചെറുമനാണെങ്കിൽ പെട്ട്, അതല്ല സ്വാമി സവർണനാണെങ്കിൽ സ്വാമിക്ക് പൊളിക്കാം ഇങ്ങനൊരു ഭരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഏതായാലും ഇവിടുത്തെ ജനങ്ങൾ ഏതായാലും ഇപ്പം അടുത്ത കാലത്തൊന്നും സ്വാമിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ സ്വാമിയുടെ ചിന്തന സമ്മതിക്കില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ആസാമിമാരുടെ ഉള്ളിലിരിപ്പിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഷെയറും കാര്യങ്ങളൊക്കെ തരിക, സപ്പോർട്ട് ചെയ്യുക. ബൈ.